പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 2026 ഡിഗ്രി, PG, ഇൻ്റഗ്രേറ്റഡ് PG, B.Ed കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട അപേക്ഷ എങ്ങനെയാണ് എന്നുള്ളതാണ്. ആ അപേക്ഷാ സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ടയാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജുകളിലാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാകുന്നത്. എയ്ഡഡ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട എങ്ങനെയാണ്? ഏത് മാനേജ്മെന്റിന്റെ കോളേജാണോ ആ മാനേജ്മെന്റിന്റെ കമ്മ്യൂണിറ്റിക്കാണ് കോട്ട ഉണ്ടായിരിക്കുക. ഓക്കെ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിന്റെ കോളേജ് ആണെങ്കിൽ 20% സീറ്റും, ഫോർവേഡ് കമ്മ്യൂണിറ്റിന്റെ കോളേജ് ആണെങ്കിൽ 10% സീറ്റും. ഓക്കെ, മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ കോളേജുകളിൽ 20% സീറ്റും, NSS പോലുള്ള കമ്മ്യൂണിറ്റിയുടെ കോളേജിൽ 10% സീറ്റുമാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവുക. ബാക്കി ഫോർവേഡ് കോളേജിന്റെ 10% സീറ്റ് ജനറൽ മെറിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷാ സമർപ്പണം എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കണേ. അതിന് പ്രധാന കാരണം ഇപ്പോൾ PGക്ക് അപേക്ഷിക്കുന്നവരാണ് കൂടുതൽ ചോദിക്കുക. കഴിഞ്ഞ വർഷമൊക്കെ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് അപ്ലൈഡ് ഫോർ കമ്മ്യൂണിറ്റി കോട്ട എന്നുണ്ടായിരുന്നു. ഈ വർഷം അതില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും അത് നോ എന്നൊക്കെ അടിച്ച് പിന്നീട് അവരിങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ കമ്മ്യൂണിറ്റി കോട്ടയുടെ അപേക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി കോഴ്സുകൾക്ക് അല്ലെങ്കിൽ PG കോഴ്സുകൾക്ക്, B.Ed കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നിലവിലുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ 10-20 ഓപ്ഷൻ, 15 ഓപ്ഷൻ, 10 ഓപ്ഷൻ, അങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഡിഫറെന്റ് ഓപ്ഷനുകൾ ഉണ്ടല്ലോ. PGക്ക് 15 ആണെങ്കിൽ ഡിഗ്രിക്ക് 20 ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻ എന്ത് ചെയ്യും? കമ്മ്യൂണിറ്റി കോട്ട കൂടി പരിഗണിക്കും. ഒരു ഉദാഹരണത്തിന് ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകളിൽ ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ആ കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എന്നെ പരിഗണിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ MOMO കോളേജ്, മണാശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ MOMO കോളേജിൽ ഉള്ള ഒരു കോഴ്സിന് ഞാൻ BA അഡ്വർടൈസ്മെന്റ് സെയിൽസ് മാനേജ്മെന്റ് കോഴ്സിന് ഞാൻ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്ത സമയത്ത് ഞാൻ അവിടുത്തെ ഈ കോഴ്സിന്റെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഞാനും ഉൾപ്പെടും. ഓക്കെ, പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അല്ലെങ്കിൽ ഞാൻ നായർ സമുദായത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണെന്ന് കരുതാം. അപ്പോൾ NSSന്റെ കോളേജുകളുണ്ട്. മഞ്ചേരി NSS, ഞാൻ മഞ്ചേരി NSSൽ BA ഹിസ്റ്ററിക്ക് അപേക്ഷ കൊടുത്തു, അല്ലെങ്കിൽ PG കോഴ്സിന് അപേക്ഷ കൊടുത്തു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ കോഴ്സിന്റെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഞാൻ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അതേ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജുകളിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ വിടുക. അതിന് പ്രത്യേകമായിട്ട് വേറൊരു അപ്ലിക്കേഷന്റെ ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകളിൽ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള ഒരാളാണെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നമ്മളെ പരിഗണിക്കും. ഇനി ഈയവ കമ്മ്യൂണിറ്റി നടത്തുന്ന SN ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജിൽ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നമ്മളെ പരിഗണിക്കും. എല്ലാം എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സിലാണ് ഇത് നിലവിലുള്ളത്. അതിന് പ്രത്യേകമായിട്ട് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടത്. സ്പോർട്സ് മാനേജ്മെന്റ് കോട്ടക്കുള്ള അപേക്ഷ അതാത് കോളേജുകളിൽ നിങ്ങൾ കൊടുക്കണം. എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാനേജ്മെന്റ് കോട്ട ഉണ്ടാവുക. സ്പോർട്സ് കോട്ട എല്ലാ കോളേജിലും ഉണ്ടാവും. അതാത് കോളേജുകളിൽ സ്പോർട്സ് കോട്ടന്റെ അപേക്ഷ ക്ഷണിക്കും. ആ സമയത്ത് നമ്മൾ ആ കോളേജിൽ പോയിട്ട് അപേക്ഷ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഈ അപേക്ഷ ആയിട്ടുണ്ടോ നിങ്ങൾ അറിയില്ല. അപ്പൊ ഈ കോളേജിൽ പോയിട്ട് നിങ്ങൾ സ്പോർട്സ് കോട്ടയ്ക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടക്ക് സീറ്റ് പ്രതീക്ഷിക്കുന്ന കോളേജിൽ പോയിട്ട് ഇതിന് അപേക്ഷ കൊടുക്കാൻ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോം വാങ്ങിക്കൊണ്ടുവരിക, ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ സ്പോർട്സ് കോട്ടക്കും മാനേജ്മെന്റ് കോട്ടക്കും അപേക്ഷ കൊടുക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട അതാത് കോളേജുകളിലും, കമ്മ്യൂണിറ്റി കോട്ടക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ അതിൽ ഉണ്ടായിരിക്കും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ B.Ed 2 കമ്മ്യൂണിറ്റി കോട്ട കോളേജാണുള്ളത്. ഒന്ന് ഫറൂഖ് ട്രെയിനിങ് കോളേജും NSS ഒറ്റപ്പാലം. അപ്പൊ
ഇതിൽ നമ്മൾ ഓപ്ഷൻ കൊടുത്താൽ നമ്മളെ കമ്മ്യൂണിറ്റി, ഞാൻ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്നെ ഫറൂഖ് ഓട്ടോണമസ് കോളേജ്, ഫറൂഖ് ട്രെയിനിങ് കോളേജിൽ എന്നെ പരിഗണിക്കും. അത് ഓട്ടോണമസ് കോളേജ് അല്ല, യൂണിവേഴ്സിറ്റി കീഴിലാണ് ഇതുള്ളത്. NSS കോളേജ് ഒറ്റപ്പാലത്ത് ഞാൻ നായർ സമുദായത്തിലെ വിദ്യാർത്ഥിയാണെങ്കിൽ എന്നെ എന്ത് ചെയ്യും, അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കും. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ കരുതുന്നു. ഓക്കെ.